മൈക്കിൾ, നമ്മുടെ മൈക്കിൾ ജാക്സന്റെ ഏറ്റവും പുതിയ ബയോപിക്കാണ്. ആൻഡ് ഓബ്വിയസ്ലി മൈക്കിൾ ജാക്സനെ പറ്റിയുള്ള എൻ്റെ ഒരു വ്യൂ പറയുന്നത് വേറെ ഏതൊരു സാധാരണ മനുഷ്യനും പോലെ തന്നെ ചെറുപ്പം മുതലേ മൈക്കിൾ ജാക്സന്റെ കുറേ പാട്ടുകളൊക്കെ കേട്ട് വളർന്ന ഒരാളാണ് ഞാൻ. എല്ലാ പാട്ടുകളും കേട്ടിട്ടുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ബട്ട് എന്നാലും കുറേ പാട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ബീറ്റ് ഇറ്റ് ആയിക്കോട്ടെ, ബാഡ് ആയിക്കോട്ടെ, ത്രില്ലർ, സ്മൂത്ത് ക്രിമിനൽ, ബില്ലി ജീന്, അതൊക്കെ ഞാൻ കേട്ട് വളർന്ന ആളാണ്. അതുപോലെ ജാക്സൺ 5ന്റെ ബ്ലെയിം ഇറ്റ് ഓൺ ദ ബൂഗിയൊക്കെ ഞാൻ കേട്ട് വളർന്ന ഒരാളായിരുന്നു. അപ്പോൾ മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൻ്റെ ഒരു ഹ്യൂജ് പാർട്ട് തന്നെ പ്ലേ ചെയ്ത ഒരാളാണ്. അപ്പോൾ ആ ഒരു സ്റ്റാറിൻ്റെ ബയോപിക്ക് കാണുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ഹ്യൂജ് കാര്യം തന്നെയാണ്. അപ്പം ഞാൻ മെയിൻലി ഈ സിനിമ കാണാൻ പോകുന്നതിന് മുന്നേ പ്രതീക്ഷിച്ചത് മൈക്കിൾ ജാക്സൺ എന്നുള്ള സ്റ്റാറിൻ്റെ ഒപ്പം തന്നെ മൈക്കിൾ ജാക്സൺ എന്നുള്ള ഹ്യൂമണിനെയും കൂടി നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ സാധിക്കും, എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം പ്രതീക്ഷിച്ചിട്ടാണ്. ആൻഡ് ഒരു പരിധി വരെ അതവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ എളുപ്പം തന്നെ പറയാം. ബട്ട് എന്തായാലും സിനിമയുടെ ഏറ്റവും ഗംഭീര കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. ആക്ച്വലി അത് പറയുന്നതിന് മുന്നേ സിനിമ എങ്ങനെയുണ്ട് ബേസിക് ആയിട്ട് പറയണമെങ്കിൽ നല്ലൊരു ബയോപിക് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു കിടിലൻ തിയേറ്ററിക്കൽ വാച്ച് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. അതിൽ കുറേ കിടിലൻ മൊമെൻറ്റ്സ് ഉണ്ട്, കുറേ ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ് പടം. എന്തൊക്കെയാണെങ്കിലും അതിലേക്ക് നമുക്ക് കയറാം. ആദ്യം തന്നെ ടെക്നിക്കൽ ആസ്പെക്ട്സിനെ പറ്റി പറയുമ്പോൾ ടെക്നിക്കലി ദിസ് മൂവി ഈസ് ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. വിഷ്വലി ഇതൊരു ആബ്സല്യൂട്ട് സ്പെക്ടിക്കിളാണ്. ഓഡിയോ വർക്ക് അതിഗംഭീരമായിരുന്നു. ഓബ്വിയസ്ലി മ്യൂസിക്കിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. മൈക്കിൾ ജാക്സൻ്റെയും ജാക്സൺ 5ൻ്റെയും മ്യൂസിക് കാറ്റലോഗ് അവർ അതിഗംഭീര രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ ഗംഭീര മൊമെൻറ്റ്സ് ഉണ്ട് സിനിമയിൽ, കുറേ റീക്രിയേഷൻസ് ഓഫ് കോൺസേർട്സ്, മ്യൂസിക് വീഡിയോസ് ആൻഡ് എവറിത്തിങ്. അതൊക്കെ വേറെ ലെവലായിരുന്നു. തിയേറ്ററിൽ രോമാഞ്ചടിപ്പിച്ച് കുറേ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു, കുറേ നൊസ്റ്റാൾജിക് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ആൻഡ് കുറേ നല്ല രസമുള്ള ഒരു പടം തന്നെയായിരുന്നു. ഒട്ടും നമുക്ക് ബോറൊന്നും അടിക്കില്ല. ബട്ട് ഈ ഒരു പടം ഒരു ബയോപിക്കിൻ്റെ അപ്പുറത്തേക്കും ഇതൊരു ഫാമിലി മൂവി എന്ന് വേണമെങ്കിൽ വരെ നമുക്ക് പറയാൻ പറ്റും. ബിക്കോസ് ദിസ് മൂവി ഫോക്കസസ് വെരി മച്ച് ഓൺ മൈക്കിൾ ജാക്സൺസ് റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് ഫാമിലി. അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അദ്ദേഹത്തിൻ്റെ മദർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ബട്ട് ദ മെയിൻ ഫാക്ടർ ഈസ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് അബ്യൂസീവ് ഫാദർ. അതാണ് ഒരു മെയിൻ കോർ പ്ലോട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആൻഡ് അതിലേക്കൊക്കെ വരുമ്പോൾ ഈ റിലേഷൻഷിപ്സൊക്കെ അവർ ഈ ഒരു പടത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ എന്ന് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അഥവാ അതിഗംഭീരം എന്നൊന്നും പറയില്ല. ബിക്കോസ് ആ ഒരു ഇമോഷണൽ പഞ്ച് ഉണ്ടല്ലോ, ആ ഒരു ഇമോഷണൽ ഹൈ, അഥവാ അത് ശരിയായില്ല അല്ലെങ്കിൽ അത് കലക്കി മോനെ എന്ന് പറയുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ആ ഒരു ലെവലിൽ ഫീൽ ചെയ്തില്ല. ബട്ട് അഗൈൻ ഒട്ടും ബോറടിപ്പിച്ചില്ല. നല്ല രസമായിട്ടുള്ള രീതിയിൽ തന്നെ അവരുടെ ക്യാരക്ടർ റിലേഷൻഷിപ്സും ഡൈനാമിക്സും കാണിച്ചുകൊണ്ടിരുന്നു. ബട്ട് അഗൈൻ ഇറ്റ് കുഡ് ഹാവ് ബിൻ മച്ച് മോർ ഇമോഷണലി പഞ്ചിങ്. കുറച്ചും കൂടി ആവണമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് അതൊരു ഡെഫിനറ്റ്ലി പടത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് ഫീൽ ചെയ്തു. അഗൈൻ ഒരിക്കലും ഞാൻ ബോറാക്കി എന്നല്ല പറയുന്നത്, ബട്ട് ഇറ്റ് കുഡ് ഹാവ് ബിൻ സോ മച്ച് ബെറ്റർ. അതുപോലെ ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്, ആക്ച്വലി അത് പറയുന്നതിന് മുന്നേ പെർഫോമൻസസ് എല്ലാവരും അതിഗംഭീരമായിരുന്നു. പക്ഷേ എനിക്ക് എടുത്ത് പറയേണ്ട ഒരാൾ അത് എല്ലാവർക്കും അറിയായിരിക്കും, അത് പറയാൻ വേണ്ടി വരുന്നു ഞാൻ. ഈ പടത്തിലെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ അവർ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന രീതിയാണ്. അതിൽ ഏറ്റവും വലിയൊരു പാർട്ട് പ്ലേ ചെയ്ത ആള് അത് ജഫാർ ജാക്സൺ ആസ് മൈക്കിൾ ജാക്സൺ ആണ്. എൻ്റെ പൊന്നും മനുഷ്യ, ദിസ് ഡൂഡ്, he is absolutely bang on with this role. ഓബിയസ്ലി മൈക്കിൾ ജാക്സന്റെ നെഫ്യൂ ആണ്, ബട്ട് എന്നാലും 2 വർഷമൊക്കെ പ്രാക്ടീസ് ചെയ്തു എന്നാണ് ഞാൻ കേട്ടത് ഈ റോളിന് വേണ്ടി. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ഓൺ സ്ക്രീൻ. നമുക്ക് ഒരിക്കലും ഇതൊരു മൈക്കിൾ ജാക്സനെ ഇംപെർസനേറ്റ് ചെയ്യുന്ന ഒരു റോളായിട്ട് തോന്നില്ല. ജെനുവൻലി മൈക്കിൾ ജാക്സനെയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നതെന്ന് നമുക്ക് തോന്നും. ആ ലെവൽ ഓഫ് ഡീറ്റെയിലിംഗ്, അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ വോയിസ് ആയിക്കോട്ടെ, മാനറിസംസ്, ദ വേ ഹി ഡാൻസസ്, ദ വേ ഹി മൂവ്സ്, ദ വേ ഹി ടോക്സ്, എവറിത്തിങ് അബൌട്ട് ഹിം ഈസ് സ്ട്രേറ്റ് അപ്പ് മൈക്കിൾ ജാക്സൺ. ആൻഡ് ഇറ്റ് വാസ് ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. അതുപോലെ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് പറയണം, ചില ഫ്രെയിമിലേക്ക് ഹി genuinely looks exactly like Michael Jackson and it was so damn amazing. അതിന് കോസ്റ്റ്യൂം ഡിസൈനേഴ്സ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ഗംഭീരമാണ്. അതുപോലെ മൈക്കിൾ ജാക്സന്റെ നമുക്ക് അറിയാവുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ, അതവരെ റെപ്രസെൻറ്റ് ചെയ്ത രീതി നല്ല രസമായിരുന്നു. ഇപ്പോൾ ഹിസ് ലവ് ഫോർ ചിൽഡ്രൻ, ഓബിയസ്ലി അത് നല്ല രസമായിട്ട് അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹിസ് ലവ് ഫോർ ആനിമൽസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ അവർ ഈ സിനിമയിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന രീതി എനിക്ക് ഗംഭീരമായിട്ട് ഫീൽ ചെയ്തു, നല്ല രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിൽ ജഫാർ ജാക്സൺ, ഓ മൈ ഗോഡ്, he's an absolute unit of an actor എന്ന് തന്നെ പറയേണ്ടി വരും. എന്തൊക്കെയാണെങ്കിലും ദാറ്റ്സ് പ്രിറ്റി മച്ച് ഇറ്റ്. ആൻഡ് ഓൾസോ ഈ പടത്തിൽ എനിക്ക് അഗൈൻ ഒരു പോരായ്മ ഫീൽ ചെയ്ത ആ ഒരു ഇമോഷണൽ പഞ്ച് എനിക്ക് ഫീൽ ചെയ്തില്ല എന്നുള്ള വേറൊരു പോരായ്മ എന്ന് പറയുന്നത് ദിസ് മൂവി ഫീൽസ് ഇൻകംപ്ലീറ്റ്. അഥവാ ഒരു ബയോപിക് പടം എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫുൾ ജീവിതം പ്രതീക്ഷിക്കില്ല, ഇതൊരു പകുതി ജീവിതം ഈ പടത്തിൽ കാണിക്കുന്നുള്ളൂ. അത് അവസാനിക്കുന്ന ഒരു സീക്വലിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതിലൊക്കെ തന്നെയാണ്. സീക്വൽ ഇറങ്ങേണ്ടതെന്ന് പടം റിലീസ് ആവുന്നതിന് മുന്നേ തന്നെ ഞാൻ അറിഞ്ഞു. ബട്ട് ഐ മസ്റ്റ് സേ ഐ ആം വെരി എക്സൈറ്റഡ് ഫോർ ദ സീക്വൽ, ബിക്കോസ് സീക്വലിലാണ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവണം. ബിക്കോസ് വി ടേക്ക് എ ലുക്ക് അറ്റ് ഹിസ് കേസസ് ആൻഡ് ആലിഗേഷൻസ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ ആ സമയത്തിലൂടെ മൈക്കിൾ ജാക്സൺ കടന്നുപോയി മെൻ്റൽ സ്റ്റേറ്റ് അവർ ഭയങ്കര ഡീപ്പായിട്ടുള്ള രീതിയിൽ കാണിക്കുകയാണെങ്കിൽ, അഥവാ ആ ഒരു ഇമോഷണൽ പഞ്ച് കിട്ടുകയാണെങ്കിൽ
that could be a very 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 good movie. So I am very excited for the sequel. Hopefully അവർ അത് നന്നായിട്ട് തന്നെ ചെയ്യും. ബട്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് ഒരു ഇൻകംപ്ലീറ്റ് ഫീൽ ഇടുന്നുണ്ട്. ബിക്കോസ് അഗൈൻ നമ്മൾ പകുതി ജീവിതമേ കാണുന്നുള്ളൂ. അത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും മൈക്കിൾ ജാക്സന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ അത് ഭയങ്കര അപ്പാരൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും ദാറ്റ് ദിസ് ഈസ് എൻ ഇൻകംപ്ലീറ്റ് മൂവി. അങ്ങനെ ഡെഫിനറ്റ്ലി പോരായ്മകളുള്ള സിനിമയാണെങ്കിൽ പോലും അഗൈൻ ഞാൻ പറയാം, ടെക്നിക്കലി ദിസ് മൂവി ഇസ് ആൻ ആബ്സല്യൂട്ട് യൂണിറ്റ്. മ്യൂസിക് പറയേണ്ട ആവശ്യമില്ല, ഒബ്വിയസ്ലി ഗംഭീരമായിരുന്നു. ആൻഡ് കുറേ കിഡിലൻ മൊമെന്റ്സ് ഉണ്ടായിരുന്നു മാൻ. ജെന്യുവൻലി രോമാഞ്ചടിപ്പിച്ച്, ജെന്യുവൻലി എന്നെ എക്സൈറ്റഡ് ആക്കിപ്പിച്ച കുറേ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു കിഡിലൻ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്നെ തന്ന ഒരു സിനിമയാണ്. വളരെ ഒരു നല്ലൊരു ബയോപിക് മൂവി ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ഒരിക്കലും ഇത് ദ ബെസ്റ്റ് എന്നൊന്നും ഞാൻ പറയില്ല, അറ്റ്ലീസ്റ്റ് എൻ്റെ ഒപ്പീനിയനിൽ. ബട്ട് സ്റ്റിൽ നല്ലൊരു പടം തന്നെ ആയിട്ടാണ് എനിക്ക് മൈക്കിൾ ഫീൽ ചെയ്തത്. ബട്ട് അഗൈൻ ഇറ്റ് കുഡ് ഹാവ് ബിൻ ബെറ്റർ ഇൻ ലോട്ട്സ് ഓഫ് സെൻസ്. ബട്ട് എന്തൊക്കെയാണെങ്കിലും ദാറ്റ്സ് മൈ ഒപ്പീനിയൻ ഓൺ ദ ബയോപിക് ഓഫ് ദ ലെജൻഡ് ഹിംസെൽഫ്, ദ ഗോട്ട്, the greatest of all time, the biggest celebrity ever, മൈക്കിൾ ജാക്സൺ. മൈക്കിൾ എന്തായാലും അതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ സിനിമ കണ്ടവരാണ്, നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷൻ ഡ്രോപ്പ് ചെയ്യാൻ മറക്കുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ.